ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനാദ്യം ഒരു ക്യാരറ്റ്, 6 ബീൻസ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് കോളിഫ്ലവറും ഇതെല്ലാം കൂടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കും. 3/4 കിലോ ബസ്മതി റൈസിലാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത്ര പച്ചക്കറി മതി 5 പേർക്ക് കഴിക്കാം. ഇനി ഈ പച്ചക്കറിന്റെ മുകളിൽ കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട്. ആദ്യം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതിലോട്ട് ഒരു സവാള വറുത്തത് ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതെല്ലാം കൂടി കുഴക്കുമ്പോഴേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാൻ മറക്കല്ലേ. ഞാൻ ചെറുതായിട്ട് അങ്ങോട്ട് ഉപ്പിടാൻ മറന്നേക്കണു, അതുകൊണ്ട് ഉപ്പ് മുഖ്യം ബിഗിലേ. ഇനി കുഴച്ചത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം ഒരു ചട്ടി എടുത്ത് ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. ഇനി എണ്ണ ചൂടായ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സ് ഇല്ലേ, അത് ഇതിലോട്ട് ചേർക്കുക. ഇനി ഈ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ ബിരിയാണിയിലെ നെയ്യ് ഒഴിക്കണ പരിപാടിയേ ഇല്ല. ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ നെയ്യില്ല. ഇനി വേണ്ടത് പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രീൻ പീസ് ഇടേണ്ടവർക്ക് ഗ്രീൻ പീസും ഇടാം. ഇനി ചോറിന്റെ പരിപാടിയിലോട്ട് പോവാം. അതിനാദ്യം വേണ്ട 3 ഏലക്ക, 1 കഷ്ണം പട്ട, 4 കരിയാമ്പൂ, 1 ബേ ലീഫും കുറച്ച് സാജീരകവും. ഇതെല്ലാം കൂടി തിളച്ച വെള്ളത്തിലിട്ടുണ്ട്. കൂടെ നാരങ്ങ റൗണ്ട് ആക്കി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് സ്പൈസസ് മാറ്റേണ്ടവർക്കൊക്കെ മാറ്റാം. കഴുകി വെച്ച അരി ഒട്ടും വെള്ളമില്ലാതെ ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചോറിന് വെള്ളം നന്നായി ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. എല്ലാം കൂടി മിക്സ് ആക്കാനേ ഇച്ചിരി വലിയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആദ്യം ഗ്രേവി ഇടാം. മുകളിൽ ചോറും ഇട്ട് മല്ലിയില പൊടിപ്പൊടിയായി അരിഞ്ഞതും വറുത്ത സവാളയും റൗണ്ടായി അരിഞ്ഞ തക്കാളിയും വേണമെങ്കിൽ പൈനാപ്പിളും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ വെജ് ബിരിയാണിയും റെഡി, കഴിക്കാൻ ആൾക്കാരും റെഡി.